സമയം എന്തോ അയ്യോ 12 മണി കഴിഞ്ഞോ? അതിനിപ്പോ എന്ത്? അച്ഛൻ ഒറ്റയ്ക്കാണ്. 1 മണിക്കകത്ത് അച്ഛന് ചോറ് കഴിക്കണം. നീ ചെന്നിട്ടാണ് അച്ഛന് ആഹാരം എടുത്ത് കൊടുക്കാനായിട്ട്? അല്ല, പിന്നെ സമയത്തിന് എന്നില്ല എന്റെ ചോറും കൂടെ അച്ഛനെടുത്ത് നിന്ന് കളയും. നല്ല പിതൃസ്നേഹം. ഞാനെന്നാ അങ്ങോട്ട് നിക്കട്ടെ. എടാ മഴ വേണ്ട, മഴ നനയൂടാ. മഴ നനഞ്ഞാലും പോണോണ്ണ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? മഴ നനഞ്ഞാ പനി പിടിക്കും, സൂക്ഷിക്കണം. പനി സൂക്ഷിച്ചു വെക്കാൻ ഇത് വജ്രോ പോയാ പറ്റത്തോളണ്ണ. ചേമ്പല വല്ലതും കിടപ്പുണ്ടെണ്ണ. പിന്നെ ഏലക്കച്ചവടമായിരിക്കും ഇവിടെ. അല്ല, വാഴയിലെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണെടുത്ത് അണ്ണാ മുട്ടായി കൊഞ്ഞു കൊടുക്കാനുള്ള പേപ്പർ പോലും ഇവിടെ ഇല്ല. പോയേ പറ്റത്തുള്ളൂ. മഴയാണ് അണ്ണാ, മഴയാണെങ്കിൽ പോയേ പറ്റത്തുള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളു. ഓ ഓ ഓ പറഞ്ഞാ കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര മഴ. പിന്നെ ഞാൻ നേരത്തെ മുഴയെന്നാണ് പറഞ്ഞത്. അല്ല, മഴ നനഞ്ഞാലേ പനി പിടിക്കുന്നില്ലേ, സൂക്ഷിക്കണ്ടേ? പിന്നെ വജ്രമല്ലേ അതെടുത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട്. തിരിച്ചടിക്കുകയാണല്ലേ അണ്ണാ. ഇരി അണ്ണാ, ഇരിക്ക്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. 10-25 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് നീ കണ്ടിട്ടില്ലേ? 25 അല്ലണ്ണ, 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ. ഇരി. എന്തണ്ണാ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാ ചേട്ടാ. പുതിയ താമസക്കാരാ? എവിടെയാ താമസിക്കുന്നത്? ഇത് ആ വയലിന്റെ അക്കരെ. ആ വയലിന്റെ അക്കരെ? അക്കരെ. അക്കരെ ആയതുകൊണ്ടാ എന്റെ കണ്ണിപ്പെടാതെ പോയത്. അക്കരെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഒരുവിധപ്പെട്ടതിനൊക്കെ ഇവൻ അറിയാം. ഈ ഉണ്ട എടുത്ത് കൈ തിന്നോണ്ടിരി, കുഴപ്പമുണ്ടാകത്തില്ല. നേരത്തെ എവിടെയാ താമസിച്ചിരുന്നേ? നേരത്തെ ഓച്ചിറയിലായിരുന്നു ചേട്ടാ. ഓച്ചിറ? ഓച്ചിറയിൽ എവിടെയാ? ഓച്ചിറ കായംകുളത്തിന്റെയും കരുനാഗപ്പള്ളിന്റെയും നടുക്കല്ലേ ചേട്ടാ, അറിയത്തില്ലേ? അണ്ണാ, നിങ്ങൾ ആ ഉണ്ട വായിലോട്ട് വെച്ചില്ലല്ലേ? എടുത്ത് വെയ്യണ്ണ, കഴിച്ചോ കഴിച്ചോ. നല്ല മഴ അല്ലേ? അതെ, നല്ല മഴ. രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. ഇന്നലെയും നല്ല മഴയായിരുന്നു. നക്കി നോക്കിയാടാ നീ? നല്ല മഴയാണെന്നറിയാനേ. അല്ല, മഴവെള്ളം വായിലോട്ടല്ലോ വീണ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ നല്ല മഴയെന്ന് പറഞ്ഞു? നല്ല നിങ്ങൾ ആ ഉണ്ട എന്തി കളഞ്ഞോ? അത് കൈവേ ഇച്ചിരി വായിലോട്ട് അനങ്ങി. എന്റെ കടയിലെ ഉണ്ട എപ്പോഴും തിന്നോന്ന് എനിക്ക് എന്റെ പറ്റിൽ എഴുതിക്കോ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു കോഴ്സ് പഠിക്കാ ചേട്ടാ. എന്ത് കോഴ്സാ? ട്രിബ്യൂട്ടോ സൊല്യൂഷൻ ചകാലി. നല്ല കോഴ്സാ. വിദേശത്തൊക്കെ ജോലി കിട്ടാൻ നല്ല സ്കോപ്പാ അല്ലേ? അതെ, ഈ ഓച്ചിറയിൽ എവിടെയാണെന്നാ പറഞ്ഞേ? ഓച്ചിറയില് അമ്പലത്തിനടുത്താ ചേട്ടാ. അമ്പലത്തിനടുത്ത്? ഓ, അമ്പലത്തിനടുത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഉണ്ടോ? എടുക്കാൻ പോയാടാ നീ? നിങ്ങൾക്ക് എന്താണ്? എന്താ എനിക്കറിയാൻ മേലെ ചോദിക്കുക. നിനക്ക് പിഴച്ച് പോട്ടണ്ണ. ഇപ്പൊ എവിടെ പോവാ? ഞാനേ, എനിക്ക് കവലയിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ചേട്ടാ. കവലയിന്ന്? അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളതാ, ഓർണമെന്റ്സ് വാങ്ങാൻ വേണ്ടിട്ടാ. മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലേ ചേട്ടാ? ഓർക്കസ്ട്ര അല്ല, ഈ കാതിലും കഴുത്തിലൊക്കെ ഇടൂലേ മാലയും വളയൊക്കെ. കമ്മലും മാലയൊക്കെ പിന്നെ വിൽക്കുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട് കവലയില്. ഓ, ഇവിടെ ഉണ്ടോ? എനിക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ പരിചയം കാണത്തില്ലല്ലോ. ഞാൻ ഫ്രീ ആണ്, ഞാനും കൂടെ വേണമെങ്കിൽ വരാം. നിനക്ക് നിന്റെ അച്ഛനെ ആഹാരം എടുത്തു കൊടുക്കണം. അച്ഛന്റെ ഉച്ചി. അച്ഛനെ ഈ ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നുണ്ട്. വയസ്സായ ആളാണ്. വയസ്സായ ആൾക്ക് ആഹാരം കഴിക്കുന്ന ഇവിടെ അല്ലേ? അത് കൃത്യമായിട്ട് ഇരുട്ടാണെങ്കിലും അവൻ കഴിച്ചു പോകും. സമ്മതിക്കത്തില്ല. അതെ, ഇടി വെട്ടുമ്പോ ചിലപ്പോഴേ ഫ്രിഡ്ജും TV ഒക്കെ അടിച്ചു പോകത്തില്ലേ? എപ്പോഴും ഇതാണ് ചേട്ടാ. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓ, ഇലക്ട്രീഷ്യൻ നമ്പർ ആയിരിക്കും. എന്റെ നമ്പരാ. ഇതിപ്പോ എന്തിനാ? അല്ലെ, ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചോണ്ട് അവിടെ വരാം. മോട്ടറൊക്കെ കേടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിച്ചാൽ മതി അല്ലേ? അല്ലല്ല, വേറെ നമ്പർ ഉണ്ട്. ഇത് പ്ലംബർ നമ്പർ ആയിരിക്കും. അല്ലല്ല, എന്റെ വേറൊരു നമ്പറാണ്.
അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ മതി, ഞാൻ പ്ലംബറെ വിളിച്ചോണ്ട് വരാം. ഈ നമ്പർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. വിളിക്കാവേ.